മഴതോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുറിയിലോട്ട് ചായ കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്കും ചോദിക്കുകയാണ് ബാലചന്ദ്രൻ, എന്താ ഈ ഓർഫനേജിൽ നിന്ന് നിന്നെ വേറെ ആരും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോവാത്തത്? അപ്പോൾ പറയുകയാണ്, എന്നെ ഒരുപാട് പേര് കൊണ്ടുപോകാൻ നോക്കിയതാ, പക്ഷേ ആർക്കും എന്നെ കൊടുത്തില്ല. എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചോദിക്കുമായിരുന്നു, പക്ഷേ അതുകൊണ്ടല്ലേ എനിക്ക് ഇതുപോലത്തെ ഒരു അച്ഛനെ കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ ബാലചന്ദ്രനും. അങ്ങനെ ബാലചന്ദ്രന് ഒരു ഉമ്മ കൊടുക്കുകയാണ് കയ്യിൽ അലീനയുടെ. അപ്പോൾ അലീനയ്ക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എന്നാണോ ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നത് എന്നാലോചിച്ച് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ മുറിയിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് പുറത്തൂടെ അത് നോക്കിക്കൊണ്ട് വൈജയന്തി വരുന്നത്. എന്നിട്ട് വൈജയന്തി സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്, എന്താ ഇവരിവിടെ പറയുന്നത്, എന്തിനാ അവരിവിടെ ഇരിക്കുന്നേ, എന്താ പറയുന്നത്, ഒന്നും കേട്ടില്ലല്ലോ. ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും കൃഷ്ണമ്മൾ അതുവഴി വന്നു. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ അവൻ്റെ അകത്ത് എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാനാണോ വന്ന് നിൽക്കുന്നേ പുറത്ത്? അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നിൻ്റെ അച്ഛനെ പോലെയാണോ നീയും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? എൻ്റെ അടുത്ത് ഒരു സ്നേഹമുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പോൾ എല്ലാത്തിനും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുക അവൾ അച്ഛനെ പോലെ എന്ന് പറയുന്നുണ്ട് വൈജയന്തി. അതെ, അമ്മയെപ്പോലെ തുടങ്ങിയാൽ പിന്നെ എനിക്ക് എന്താ ഒരു ഇതും ഇല്ല, എനിക്കത് മനസ്സിലായി. അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേനും കുറേ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഒരു ഞെട്ടലോടെ നോക്കുകയാണ് വൈജയന്തി കൃഷ്ണയെ. എന്നിട്ട് അവൾ താഴേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ, എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നേ എന്ന് വൈജയന്തി അലീനയോട് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, എന്താ സംസാരിക്കാൻ, ഞാൻ ചായ കൊണ്ടുകൊടുക്കാൻ വന്നു, എന്നിട്ടിതാ പോകുന്നു, അല്ലാതെ എന്താ സംസാരിക്കാൻ, എനിക്ക് അച്ഛനെ പോലെയാ സാറ്, അതുപോലെ തന്നെ എൻ്റെ അമ്മയാ എന്ന് ഇതുപോലെ പറയുന്നുണ്ട്. എൻ്റെ അമ്മയോ, ഞാനോ, നിൻ്റെ അമ്മയോ, അതൊരിക്കലും ആവില്ല. വൈജയന്തി ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് കേട്ട് അലീന ഞെട്ടിപ്പോയി. കാരണം എന്തെന്നാൽ, എന്തിനാ എപ്പോഴും ഇങ്ങനെ അച്ഛനോ അമ്മയെന്ന് പറയുന്നത് നീ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. എപ്പോഴും പറയേണ്ട കാര്യമില്ല, നീ ഒരു ഓർഫനേജ് കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാ നീ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് അധികാരം പിടിക്കാൻ നീ ഇങ്ങോട്ട് വരുന്നേ? അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇനി ഞാൻ കേൾക്കരുത് നിൻ്റെ അമ്മയാണ് ഞാനെന്ന് പറയുന്നത്, അതിനെക്കാട്ടും നല്ലത് വേറെ ആരെങ്കിലും ആയിരിക്കുന്നതാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വൈജയന്തി താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി കിടന്ന് വിളിക്കുന്നുണ്ട്, അലീന അലീന എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. എപ്പോഴും അലീന, കുറേ ദിവസം ഒരു ശബ്ദമില്ല ഇരിക്കുകയായിരുന്നു അലീനയെക്കുറിച്ച്. വീണ്ടും തുടങ്ങിയോ അവളെ വിളിക്കാൻ? എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കുട്ടിയല്ലേ, അപ്പോഴത്തേക്കും ഞാൻ അവളെ അല്ലാതെ നിന്നെ വിളിക്കുമോ? ഞാനും കുറേ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ ഞാൻ എവിടെയും കൊണ്ട് വിടാൻ വേണ്ടി. എന്നെയോ? അതിനെക്കെട്ട് നീ എന്നെ കൊല്ല് എന്ന് പറയുന്നുണ്ട്. എന്തിനാ വൈജയന്തി നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ എന്താ എൻ്റെ ഡ്രസ്സുകളൊക്കെ അടുക്കി വെച്ച് എങ്ങോട്ട് കൊണ്ടുപോകാനാ? അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് വൈജയന്തി. നീ എന്നെ കൊച്ചു കുട്ടിയെ പോലെ പഠിപ്പിക്കുകയാണോ? എനിക്കറിയാം എല്ലാ കാര്യങ്ങളും, ഞാൻ അതൊക്കെ ആലോചിക്കുന്നുണ്ട്. നിൻ്റെ ഈ മാറ്റം ഇപ്പോൾ അലീന വന്നതേ പിന്നെ നിനക്ക് ഒരു ദേഷ്യത്തിൽ കൂടുതലാണ് എൻ്റെ അടുത്തും. അതൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ അലീനയല്ലേ ഈ വീട്ടിലെല്ലാവർക്കും താല്പര്യം, ഞാൻ ആരാ? ഞാൻ ഈ വീട്ടിൽ ആരുമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഇത് ബാലചന്ദ്രൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ വരുന്നുണ്ട്. അലീന, എനിക്കൊരു കോഫി എടുക്കുമോ എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു അധികാരമില്ലാത്ത തോന്നുകയാണ് വൈജയന്തിക്ക്. കാരണം എന്തെന്നാൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും വൈജയന്തി വിളിച്ചുകൊണ്ടിരുന്ന ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയോട് എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കുന്നതും പറയുന്നതും. ഇത് ദേഷ്യം കൂടുന്നതേ ഉള്ളൂ വൈജയന്തിക്ക്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വീണ്ടും പറയുന്നുണ്ട്, മക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വീണ്ടും ഞാൻ ഇവിടുത്തെ ഒരു അധികപ്പറ്റായി മാറിയിരിക്കുക ഈ അലീന വന്നതോടെ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അതെ, എന്താ നീ ഇങ്ങനെ പറഞ്ഞേ? എൻ്റെ ഈ മോള് പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയില്ല. നീ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയല്ലോ, എന്താ നിനക്ക് പറ്റിയേ? എന്താ നിനക്കൊരു മാറ്റം? നീ അത് എൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അച്ഛൻ്റെ അടുത്ത് പോയ പിന്നെയാണോ നിനക്ക് ഈ മാറ്റം തുടങ്ങിയത്? അച്ഛൻ എന്താ നിനക്ക് പറഞ്ഞു തന്നേ എന്ന് ചോദിക്കുന്നുണ്ട്.
അതെന്തിനാ ഇപ്പോൾ അമ്മ അറിയുന്നേ? അതെല്ലാം അമ്മ വഴിയേ അറിയും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ നോക്കുകയാണ് കൃഷ്ണമോളെ. എന്താ അവളെ വഴിയെല്ലാം അറിയുമെന്ന് പറഞ്ഞ്. അപ്പോൾ ചിന്തിക്കുകയാണ് എന്തിനാ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ്. അങ്ങനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്,